ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു 10 ലൈക്ക് തരുമോ? 4 ലൈക്ക് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടിട്ട് സത്യത്തിൽ നിങ്ങൾക്ക് 4 ലൈക്ക് കൊടുക്കാൻ തോന്നുവാണെങ്കിൽ കൊടുക്കുക ആ ചാനലിൽ കയറി. പക്ഷേ ഇതേ സെയിം കോസ്റ്റ്യൂമിൽ ഇതേപോലെ തന്നെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇതേ 4 ലൈക്ക് ചോദിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന 4-5 വീഡിയോസ് അതിനകത്തുണ്ട്. എന്നാൽ അതിനൊന്നും കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ അതെല്ലാം ഇവർ നീക്കം ചെയ്തേനെ. ഈ ചാനൽ ബ്യൂട്ടി ടിപ്പാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എവിടെയാണ് ബ്യൂട്ടി ടിപ്പ് ഉള്ളതെന്ന് ഈ ചാനൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്തിട്ടിരിക്കുന്ന ഓരോ വീഡിയോയുടെ ക്യാപ്ഷൻ തുള്ളിക്കളിച്ചു, മഴ നനഞ്ഞു, ആരും ഞെട്ടരുത്, പിന്നെ വരുന്ന പല ക്യാപ്ഷനുകളും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ചിലപ്പോൾ വേറെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കാണുന്നതായിരിക്കും. പക്ഷേ ഇവരുടെ അത്ര സംസ്കാര സമ്പന്നരല്ല ഞാൻ. അത് കാരണം ഞാൻ പുറത്ത് പറയുന്നില്ല. എനിക്കതിന് പറയാൻ വെച്ചിട്ട് നാണക്കേടുണ്ട്. അതിൻ്റെ ചിലതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഞാൻ ഇടാം. അതും ശരി ബെറ്റർ എന്നെനിക്ക് തോന്നിയത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, ബാക്കിയൊന്നും ഇടുന്നില്ല. ഇവർ ഈ ബ്യൂട്ടി ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കാണിക്കുന്നത് മുഴുവൻ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വീഡിയോസ്, പിന്നെ ഏതെങ്കിലും പഴയ ഡ്രസ്സ് ഇട്ടുണ്ടോയെന്ന് വെച്ച് ഇങ്ങനെ 4 ലൈക്ക് ചോദിക്കുക. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടു വെച്ചാൽ ആരെങ്കിലും അതിന് താഴെ വന്ന് എന്തെങ്കിലും വൾഗറായിട്ടൊരു കമൻറ്റ് ഇടും. ആ കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് അതിന് റിയാക്ഷൻ വീഡിയോ എടുത്തിടും. ആ റിയാക്ഷൻ വീഡിയോ എടുക്കുന്നതും വൾഗറായിട്ടുള്ള രീതിയിലാണ്. അങ്ങനെയുള്ള ഈ യൂട്യൂബ് ചാനലിന് ഭയങ്കര റീച്ച്. ഇത് ബ്യൂട്ടി ടിപ്പാണ് പ്രൊവൈഡ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നതെങ്കിലും ഇതിനകത്ത് ബ്യൂട്ടി ടിപ്പ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ തമ്പലയും കണ്ടപ്പോൾ ഞാൻ കയറി നോക്കാൻ മെനക്കെട്ടില്ല, ഉള്ള സത്യം പറയാം. പക്ഷേ ബ്യൂട്ടി ടിപ്പ് വ്ളോഗൊക്കെ ചെയ്യുന്നത് ധാരാളം വ്ളോഗർമാരായിട്ടുള്ള പെൺകുട്ടികൾ നമ്മളെ യൂട്യൂബിലുണ്ട്. അവർക്കെല്ലാം ഒരപമാനമാണ് ഈ ഒരു ചാനൽ. പക്ഷേ ഇതിനാണ് റീച്ചും മറ്റും കൂടുതൽ, സബും കൂടുതൽ. ആ പെൺകുട്ടികൾക്കൊക്കെ ഈ സബും റീച്ചൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ അവരുടെയൊക്കെ കരിയർ തന്നെ മാറിപ്പോവാൻ. എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്ത് കാശുണ്ടാക്കാനും ഒരു തൊലിക്കട്ടി വേണം. ആ തൊലിക്കട്ടിക്കുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഇതൊരിക്കലും സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു വീഡിയോ അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്, അത് ഞാൻ തുറന്നു പറയാം. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അവരുടെ വസ്ത്രധാരണത്തിന് ഇടപെടൽ എന്നുള്ള ഒരു നിലപാടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇതേണൊക്കെയുള്ള ഇങ്ങനെയൊക്കെ ചെയ്താലേ കാശുണ്ടാക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഇതിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്.